ഇപ്പോൾ നമുക്ക് മുണ്ടക്കയത്ത് നിന്ന് മറ്റൊരാൾ കൂടി നമുക്കൊപ്പം ചേരുന്നു. സെറീനയാണ് ചേരുന്നത്. സെറീന, നമസ്കാരം. സുരക്ഷിതമാണോ നിങ്ങൾ? നിങ്ങളുടെ സുരക്ഷിതരാണ്. പക്ഷേ ഡേഞ്ചറായി കിടക്കുന്നവരുണ്ട്. എങ്ങനെയെങ്കിലും ഞങ്ങൾ രക്ഷിക്കണം. വൈകുന്നേരം ആകുന്തോറും കുട്ടികളൊക്കെ കരച്ചിലാണ്, പേടിയാണ്, വീടിന്റെ ഉള്ളിൽ കുടുങ്ങിയവരാണ്. ഇപ്പോൾ എവിടെയാണ് സെറീനയും സംഘവും ഉള്ളത്? ഇപ്പോൾ എവിടെയാണ്? ഞങ്ങൾ കറക്റ്റ് പറയുകയാണെങ്കിൽ മുണ്ടക്കായി വായു ഓഫീസിന്റെ ആ സൈഡിലാണ് ഞങ്ങൾ ഉള്ളത്. ഒരിക്കൽ കൂടി ആ സ്ഥലം ഒന്നുകൂടി ഒന്ന് പറയാമോ? മുണ്ടക്കൈയില് വായോ ബബിൾസ് റിസോർട്ടിന്റെ അടുത്താണ്, ആ ഏരിയയിലാണ് ഞങ്ങൾ ഉള്ളത്. അല്ല, സ്ഥലം ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളുടെ ഈ ഒന്നുകൂടി ഒന്ന് പറയാമോ സെറീന? വായോ ബബിൾസ് റിസോർട്ടിലെ അമ്പലത്തിന്റെ ഒക്കെ കുന്ന് വായോ ബബിൾസ് ട്രീവാലിന്റെ ഒക്കെ ആ ട്രീവാലിയിലും കുറെ ആൾക്കാരുണ്ട്. അതിന്റെ അടുത്തുള്ളൊരു വീട്ടിലാണ് ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ളത്. അമ്പലത്തിന്റെ അടുത്താണോ? അമ്പലത്തിന്റെ അടുത്താണോ? ഒരു ടീം ഒരാളുണ്ട്. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞങ്ങൾ മദ്രസയുടെ മുകളിലാണോ? എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണം. സെറീന, തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് വരുന്നുണ്ട്. അവരൊരു അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ഇത് ഈ മദ്രസയുടെ മുകളിലാണോ സെറീന? അതെ, മദ്രസയുടെ മുകളിൽ. മദ്രസയുടെ മുകളിൽ ട്രീവാലിയുടെ താഴെ അല്ലേ? ട്രീവാലിന്റെ അടുത്ത്. അവിടെ ഈ ഒരു പാർത്ഥ, നന്ദ എന്ന് പറഞ്ഞ രണ്ടു പേര് പ്രായമായ മനുഷ്യരാണ്. അവരവിടെ ഉള്ളതായിട്ട് അറിയാമോ ആ ഭാഗത്ത്? പാർത്ഥൻ 74 വയസ്സുണ്ട്. നന്ദ പ്രായമായ. റിസോർട്ടിലില്ല. ഇപ്പോൾ സെറീനയുടെ കൂടെ ഉണ്ടോ? അവിടെ ഉള്ളവരുണ്ടോ? ഇല്ല, അവിടെ ഇല്ലാന്നാണ് പറഞ്ഞത്. റിസോർട്ടില് അവിടെ ഇല്ലാന്നാണ് വിവരം. ഈ സെറീനയ്ക്കൊപ്പം പരിക്കേറ്റവരുണ്ടോ? ഒരിക്കൽ കൂടി നമുക്ക് ദീപക് മോഹനെ കൂടി കണക്ട് ചെയ്താൽ. ദീപക് മോഹൻ, റെസ്ക്യൂ ടീമിനോട് മറ്റൊരു സ്ഥലം കൂടി നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സെറീന, കൃത്യമായ ലൊക്കേഷൻ ഒന്ന് പറയാമോ? ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് വീടാണോ മറ്റേതെങ്കിലും ഓഫീസാണോ? ലൊക്കേഷൻ വീടുകളും ഒരുപാട് വീടുകളാണ് പോയിട്ടുള്ളത്, പാടികളും വീടുകളും. ഈ പരിക്കുകൾ എങ്ങനെയുണ്ട്? കൂടെയുള്ളവരുടെ പരിക്കുകൾ എങ്ങനെയാണ് സെറീന? ഗുരുതരമാണോ പരിക്കുകൾ? വലിയ ഡേഞ്ചറാണ്. മൂക്കി ആകെ മുഖത്തിലും ആകെ പരിക്കാണ്. ഡേഞ്ചറാണെന്ന് പറഞ്ഞാൽ വലിയ ഡേഞ്ചറാണ്. അപ്പൊ അവിടെ പ്രാഥമിക ശുശ്രൂഷ നൽകാനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ? ജീവൻ രക്ഷിക്കാൻ പറ്റും. അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണുള്ളത്. പ്രാഥമിക ശുശ്രൂഷ നൽകാനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ സെറീന? ഞങ്ങൾ വീട്ടിലുള്ള മരുന്നൊക്കെ ഗവൺമെന്റ് ഒക്കെ വെച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും പറ്റൂല. അതുകൊണ്ടൊന്നും അത് ശാശ്വതമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ രോഗികളെങ്കിലും ഇവിടുന്ന് രക്ഷിക്കണം. അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു സംശയം കൂടി. അവിടെ എത്ര പേരുണ്ട് സെറീനയ്ക്കൊപ്പം? ഞങ്ങൾക്കൊപ്പം 100-200 ആൾക്കാരുണ്ട് ഇവിടെ. 200 പേരോ? 100-200 റിസോർട്ടിലോ ഇവിടെയും കൂടി ആയിട്ട് അത്രയും ആൾക്കാരുണ്ടാവും. മദ്രസിലും മുണ്ടക്കായിൽ ഇപ്പൊ ഞങ്ങൾ ഒറ്റപ്പെട്ടത് മുണ്ടക്കായി മദ്രസിൽ ഈ കുന്നിന്റെ മുകളിലായിട്ട് 10-100 ആൾ അടുത്തുണ്ടാവും എന്നാണ് എന്റെ നിഗമനം. എനിക്ക് കരുത്ത് ഞാൻ റിസോർട്ടിൽ എത്ര ആളുണ്ടെന്ന് എനിക്ക് അറിയൂല. വീട്ടിൽ ഞങ്ങൾ 10-25 ആളുണ്ട്. ശരി. വളരെ ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ, അതായത് വളരെ അടിയന്തരമായി എയർലിഫ്റ്റ് ചെയ്യേണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ അവിടെ? അത്രയും അത്യാസന്ന നിലയിലുള്ള ആരുമില്ലല്ലോ. അടിയന്തരമായിട്ട് ചെയ്യേണ്ടതുണ്ട്. സീരിയസ് ആണ്, വെരി സീരിയസ് ആണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടുന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിക്കണം. എങ്ങനെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം. വെരി സീരിയസ് ആണ്. ശരി, നമ്മൾ ആ വിവരം ഇപ്പോൾ തന്നെ അറിയിക്കാം. ദീപക് മോഹനെ ഒന്ന് കണക്ട് ചെയ്യണം PCR നിന്ന്. ദീപക് മോഹൻ, ഒരു ലൊക്കേഷൻ കൂടി നമുക്ക് രക്ഷാസംഘത്തിന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ 4 ലൊക്കേഷനുകൾ കൂടാതെ ഈ ട്രീവാലി റിസോർട്ടിനും മദ്രസയ്ക്കും ഇടയിലുള്ള ഒരു വീട്ടിൽ ആ ഭാഗത്തും ഏകദേശം 50-100ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു. അവരിൽ പലരുടെയും നില വളരെ ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ സെറീന പറയുന്നത്. മുഖത്തൊക്കെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ദീപക, ദൗത്യസംഘം ഇപ്പോൾ നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ദൂരത്തിൽ തന്നെയല്ലേ? ദീപക് മോഹൻ ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിലുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടർ TVയിലൂടെ പ്രേക്ഷകർ കാണുന്നത് ഈ ദുരന്തമുണ്ടായ ഭാഗത്തിൻ്റെ ആകാശ ദൃശ്യങ്ങളും അതിൻ്റെ ഭീകരതയുമാണ് റിപ്പോർട്ടർ TVയിലൂടെ ദൃശ്യങ്ങളായി പ്രേക്ഷകർ കാണുന്നത്.